ഹായ്, നമസ്കാരം. പണമാണോ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന ചോദ്യത്തിന് അല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. പണമില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താവും എന്നൊരു ചോദ്യം. പലപ്പോഴും ഞാനും കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്. മരിക്കുമ്പോൾ പണം കൂടെ കൊണ്ടുപോകുമോ എന്നുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഈ പണം വളരെ അത്യാവശ്യമാണ്. അത് കണ്ടെത്താൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ ഇന്ന് ആരാണോ, ആ ഒരു അച്ഛനാണോ, അമ്മയാണോ, അല്ലെങ്കിൽ സഹോദരനാണോ, കാമുകനാണോ, ഭർത്താവാണോ, നമ്മൾ ജീവിതത്തിൽ കെട്ടിയാടുന്ന വേഷങ്ങൾ, മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, ഇതൊക്കെ പണം എന്ന് പറയുന്ന ഈ ഊർജവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതങ്ങനെയല്ല എന്നുള്ളത് ഒരു ഫിലോസഫി മാത്രമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും ഈ ഒരു വാല്യൂ, ഈ ഒരു ഊർജം നമ്മളിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് എന്ന് നമുക്കറിയാം. നമ്മൾ വളരെ ചെറുപ്പം മുതൽ കണ്ടു ശീലിച്ച ജോലികൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കുന്നത് ഈ ഒരു ജോലി ചെയ്യാനാണ് എന്ന് പറഞ്ഞു കേട്ട് നമ്മൾ അതിലേക്ക് യാത്ര ചെയ്തവർ. ഒട്ടുമിക്ക ആളുകളും ഇന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയാണ് അവർ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാവും. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ കണ്ടുമുട്ടിയ പല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും നമുക്ക് ഒത്തുചേരുന്ന ആഘോഷവേളകളിൽ ഓരോ വ്യക്തിയും നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അന്നവർ സ്വപ്നം കണ്ട ആ മേഖലയിലാണോ എന്ന ചോദ്യത്തിന് വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഒരുപാട് പരാജയങ്ങൾ നമുക്ക് സംഭവിച്ചു. പലപ്പോഴും 75% ആളുകളും തോൽവികളിൽ വല്ലാതെ മനം നൊന്ത് ഡിപ്രഷൻ ബാധിച്ച് ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വളരെ നിരാശയോടുകൂടി നടന്നു പോകുന്നത് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഒരു പുതിയ അവസരം മുന്നിലൂടെ കടന്നു പോകുന്നത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നിമിഷം, നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വിജയത്തിന്റെ പുതിയൊരു വഴി നിങ്ങൾക്ക് മുമ്പിൽ തെളിയും. ഒരു വലിയ വീട് പൂട്ടിയിടുന്നത് ചെറിയ താക്കോല് കൊണ്ടാണ്. അതുപോലെ പരാജയം എന്ന് പറയുന്ന ആ ഒരു വലിയ വീട് നമുക്ക് തുറക്കാൻ ഒരു ചെറിയ താക്കോല്, വിജയിക്കണം എന്ന തീവ്രമായ ആഗ്രഹം, അത് മാത്രം മതിയാവും. അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓക്കെ, താങ്ക് യു.